കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തിയവർ തമ്മിൽ കൂട്ടത്തല്ലുണ്ടായത് പരിഭ്രാന്തി പടർത്തി. കീഴൂരിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടി എത്തിയവർ തമ്മിലാണ് കൂട്ടത്തല്ലുണ്ടായത്. ആശുപത്രി കോമ്പൗണ്ടിലും സംഘങ്ങൾ ഏറ്റുമുട്ടി. ആശുപത്രിയുടെ ജനൽ ചില്ലുകൾ തകർന്നതായും സെക്യൂരിറ്റി ജീവനക്കാരന് പരിക്കേറ്റതായും പരാതിയുണ്ട്. The House of Bridals, My Century Wedding Center. ചികിത്സാ സമയത്ത് പോലും വൈരാഗ്യം വിടാതെയാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ രണ്ടു സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. കീഴൂർ പടിഞ്ഞാറിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടി എത്തിയ ഇവർ അത്യാഹിത വിഭാഗത്തിൽ വാക്തർക്കം നടത്തുകയും പരസ്പരം ഏറ്റുമുട്ടുകയുമായിരുന്നു. ബുധനാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു ഈ സംഭവമുണ്ടായത്. ചികിത്സ തേടിയെത്തിയവർ അത്യാഹിത വിഭാഗത്തിൽ വെച്ചും കൂടാതെ ആശുപത്രി കോമ്പൗണ്ടിൽ വെച്ചും പരസ്പരം കയ്യാങ്കളി നടത്തി. ഡോക്ടറുടെയും നഴ്സുമാരുടെയും മറ്റ് ജീവനക്കാരുടെയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് സംഘം പരസ്പരം ഏറ്റുമുട്ടിയത്. ഏറെ നേരം നീണ്ടുനിന്ന കൂട്ടത്തല്ല് ഡോക്ടർമാരിലും ആശുപത്രി ജീവനക്കാരിലും മറ്റു രോഗികളിലും പരിഭ്രാന്തി പടർത്തുകയും ആശങ്കയ്ക്കിടയാക്കുകയും ചെയ്തു. ചെമ്മനാട് എന്ന് പറഞ്ഞ 2 സ്ഥലത്തുള്ള ടീമുകൾ നേരത്തെയുള്ള പ്രശ്നങ്ങൾ അവർ ഈ കോമ്പൗണ്ടിൽ വെച്ചൊരു അടി നടന്നു. അതിനുശേഷം അവിടുന്ന് അടി കൂടിയിട്ട് അവർ നേരെ ഒ പി കൗണ്ടറിൽ കയറി. അവിടുന്ന് അടി നടന്നു. അവിടുത്തെ അടിച്ചപ്പോൾ നമ്മൾ അവിടെ സൗണ്ട് കേട്ട് ഇവിടുന്ന് സെക്യൂരിറ്റിയും സ്റ്റാഫെല്ലാം ഓടിപ്പോയത്. അവിടെ ചെന്നപ്പോഴത്തെ അവിടെ നല്ല അടി നടക്കുക. എന്നിട്ട് അവിടുന്ന് ഉണ്ടും തെള്ളും ഒക്കെ ആയിട്ട് ഈ നമ്മളെ ഡോറെല്ലാം പൊളിഞ്ഞിട്ട് ചില്ലിൻ്റെ അതിങ്ങനെ മുകളിലെല്ലാം പൊട്ടിയിട്ടതായി. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞ് ഇവിടുന്ന് പറ്റുമല്ലോ നിങ്ങൾ പുറത്ത് കിടക്കുക എല്ലാവരും പുറത്താക്കിയപ്പോൾ സെക്യൂരിറ്റിക്ക് അടി കിട്ടി. അയാൾക്ക് കണ്ണിനും കൈക്കൊക്കെ നല്ല ഇതുണ്ട്. അയാൾ ലീവാണ്, ശ്രീധരൻ എന്നാണ് അയാളുടെ പേര്. പിന്നെ അങ്ങനെ ഓടി അവസാനം കാഷ്വാലിറ്റിയിൽ വന്നു. ഇവിടുന്ന് ഭയങ്കര ബഹളം 2 ടീമുകളും. അങ്ങനെ സെയിം പാർട്ടി വന്നു, അതിലും ഒതുങ്ങിയില്ല. പിന്നെ വേറെയും ടീമുകളൊക്കെ വന്നതിന് ശേഷമാണ് അവർ സെക്യൂരിറ്റി പരിക്കുണ്ട്. സ്റ്റാഫിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ഉന്തലൊക്കെ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേരുണ്ട്. സ്റ്റാഫ് കുറവല്ലേ രാത്രി ഉണ്ടാവുക. 8 പേർക്കെതിരെ കേസുണ്ട്. ബാക്കിയുള്ള ഇൻറ്റിമേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം 8 പേര് അല്ല, ഒത്തിരി പേരുണ്ട്. പക്ഷേ അതിൽ കേസ് ആക്കിയത് 8 പേര്. അവിടെ ഗ്രൗണ്ടിൽ നിന്ന് നമ്മളെ കോമ്പൗണ്ടിനുള്ളിൽ നിന്നേ അടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒ പി കൗണ്ടറിൽ കയറി അവർക്ക് ഫസ്റ്റിൽ ഒ പി എടുക്കണം, ഇവർക്ക് എടുക്കണം അവിടെ തർക്കമായി. പരിക്കേറ്റിട്ട് അവർ ഒ പി എടുത്തിട്ട് കേസാക്കാൻ വേണ്ടി വന്ന ടീമുകളാണ്. അവിടെ വെച്ച് അടിയായി, പുറത്തടിയായി, പിന്നെ കാഷ്വാലിറ്റിക്ക് അകത്ത് അടിയായി. അങ്ങനെ അതൊന്നും അറിയില്ല, അതിനെക്കുറിച്ചൊന്നും അത്ര അറിയില്ല. ഡോക്ടർക്കെതിരായിട്ടുള്ള ഇതുപോലെ തന്നെ അക്രമം ഉണ്ടായതാണ്. അതിനും ഇതുവരെ ഒരു നടപടി വന്നില്ല. അതുപോലെ നല്ല കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതിൻ്റെ പുറകെയാണ് ഇത് വന്നത്. ഇവിടെ സ്റ്റാഫിന് ഒരു സുരക്ഷയില്ല. ഇങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടി എടുക്കുന്നതേ ഉള്ളൂ. എന്തും എപ്പം വേണമെങ്കിലും സംഭവിക്കുക. ജീവനക്കാർക്ക് ഒരു സുരക്ഷിതല്ലോ സെക്യൂരിറ്റി ഒന്നുമില്ല. പോലീസ് എത്തിയതോടെയാണ് സംഘങ്ങൾ കയ്യാങ്കളി അവസാനിപ്പിച്ചത്. ആശുപത്രിയുടെ ജനൽ ചില്ലുകൾ തകർന്നതായും സെക്യൂരിറ്റിക്ക് പരിക്കേറ്റതായും പരാതിയുണ്ട്. സംഭവത്തിൽ ഡ്യൂട്ടി ഡോക്ടറുടെ പരാതി പ്രകാരം 8 പേർക്കെതിരെ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഡോക്ടർ മുഹമ്മദ് നിസാറിൻ്റെ പരാതിയിൽ മാങ്ങാട് ബാരയിലെ PT ഷബീർ അലി, ചെമ്മനാട് കൊമ്പനടുക്കത്തെ P ജഗദീഷ് കുമാർ, കീഴൂർ പടിഞ്ഞാറിലെ അഹമ്മദ് ഷാനവാസ്, കൊമ്പനടുക്കത്തെ CK അജേഷ്, കീഴൂർ കടപ്പുറത്തെ അബ്ദുൽ ഷഫീർ, മുഹമ്മദ് അഫ്നാൻ, സയ്യിദ് അഫ്രീദ്, DM കുഞ്ഞഹമ്മദ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. ഇതിനിടെ കീഴൂർ പടിഞ്ഞാറിൽ ബുധനാഴ്ച രാത്രിയുണ്ടായ സംഘട്ടനത്തിൽ 14 പേർക്കെതിരെ മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുഞ്ഞഹമ്മദ്, ഷഫീർ, ഷാനവാസ്, ഷബീർ, കണ്ടാൽ അറിയാവുന്ന മറ്റ് 10 പേർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. നേരത്തെയും കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തിയവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന സംഭവമുണ്ടായിരുന്നു. അണങ്കൂർ ബെതിരയിൽ തമ്മിൽ ഏറ്റുമുട്ടിയവർ ചികിത്സയ്ക്കായി എത്തുകയും പരിക്കേറ്റയാളെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ആക്രമിക്കുകയുമായിരുന്നു. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർക്ക് മതിയായ സുരക്ഷ ഒരുക്കിയില്ലെന്നും അക്രമിയെ രക്ഷപ്പെടുവാൻ അനുവദിച്ചെന്നും ആരോപിച്ച് ആശുപത്രിയിൽ ഡോക്ടർമാർ മിന്നൽ പ്രതിഷേധ സമരം നടത്തുകയും ചെയ്തിരുന്നു. ആ സംഭവത്തിന് ശേഷവും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആശുപത്രിയിലുണ്ടാകുന്നത് ഡോക്ടർമാരിലും ആശുപത്രി ജീവനക്കാരിലും കടുത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. ഡോക്ടർമാർക്കും ആശുപത്രി ജീവനക്കാർക്കും സേവനം നടത്തുവാനുള്ള മതിയായ സുരക്ഷയൊരുക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.